ശബരിമല സ്വർണ്ണമോഷണത്തിൻ്റെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരിധിവരെ പിടിച്ചു നിന്നു എന്ന് തോന്നിച്ചുവെങ്കിലും പക്ഷേ മുരാരി ബാബു പ്രമുഖരെ ചതിച്ചു. ശബരിമലയിൽ നിന്നും ആരെല്ലാം മോഷ്ടിച്ചുവെന്നും അമ്പലങ്ങളുടെ മോഷണം പതിവാക്കിയ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തന്നെ ഉപയോഗിച്ചവർ ആരൊക്കെയാണെന്നും മുരാരി ബാബു തത്ത പറയുന്നത് പോലെ അന്വേഷണത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു. സത്യത്തിൽ പിണറായി വിജയൻ എന്ന നിരീശ്വരവാദിയായ നേതാവ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ക്ഷേത്രങ്ങളിൽ എടുക്കാൻ കഴിയുന്ന സമ്പത്തുക്കൾ എല്ലാം മോഷ്ടിക്കണമെന്നതും അതിന് പറ്റിയ വിശ്വസ്തന്മാരെ അവിടെ നിയോഗിക്കണം എന്നുള്ളതും. അതുപ്രകാരം ദേവസ്വം പ്രസിഡന്റായി ആദ്യം പത്മകുമാറിനെയും രണ്ടാമതായി വാസുവിനെയും ഇപ്പോൾ മൂന്നാമതായി പ്രശാന്തിനെയും നിയമിച്ചത്. 3 പേരും ലോകകള്ളന്മാർ എന്ന് തെളിയിച്ചിരിക്കുന്നു. പക്ഷേ അവർക്ക് ഇത്രയും വലിയ സൗഭാഗ്യം നൽകിയ പിണറായി വിജയൻ്റെ പേര് എവിടെയും പറയാൻ കഴിയില്ലെങ്കിലും ഇവരുടെ പേര്, അതായത് താൻ ശബരിമലയിൽ ഉണ്ടാകുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ച 2 പെരുങ്കള്ളന്മാർ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും പേരുകൾ വളരെ വ്യക്തമായി മുരാരി ബാബു പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഏതു നിമിഷവും ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, 2018 സുപ്രീം കോടതി വിധിയുടെ പിൻപറ്റി ശബരിമലയെ തകർക്കാൻ മുന്നിൽ നിന്ന സംഘങ്ങളാണ് ഈ പറയുന്ന പിണറായി ഭരണകൂടവും ഒപ്പം ദേവസ്വം ഭരിച്ചവരും. ഒരു സംശയം ആർക്കും വേണ്ട, അവരാണ് ഈ സ്വർണമെല്ലാം മോഷ്ടിച്ചു കടത്തിയത്. അതിനുവേണ്ടി ഒപ്പിടാനും അനുമതി നൽകാനും വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചത്. ഇവർക്ക് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്ത് വെവ്വേറെ ചോദ്യം ചെയ്തതോടെ പ്രമുഖരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പത്മകുമാറിനും അതുപോലെ വാസുവിനും 2 ഭൂലോക കള്ളന്മാർക്കും എന്ന് തന്നെ പറയാം. മുകളിൽ നിന്ന് നിർദ്ദേശം നൽകിയത് ആരെന്ന ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും വരുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് ഒന്നും പുറത്തുവിടില്ല എന്നുള്ളത് നിബന്ധനയുമുണ്ട്. ഏതായാലും അന്വേഷണം തുടങ്ങി 6 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം കണ്ടെത്തണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ യഥാർത്ഥ കള്ളന്മാരുടെ അടുത്തേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എല്ലാത്തിനും കൂട്ടുനിന്ന പത്മകുമാറിൻ്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും രാഷ്ട്രീയ നേതാക്കളെ കണ്ടെത്തുന്നതിന് പകരം ദേവസ്വം കമ്മീഷണറായി വിരമിച്ച വാസുവിനെ തന്നെ ദേവസ്വം പ്രസിഡന്റാക്കിയത് തന്നെ വലിയ കൊള്ള നടത്താനും നടത്തിയ കൊള്ള മറച്ചുവെക്കാനും എന്നുള്ളത് അന്വേഷണ സംഘത്തിനും വിവരം ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഒരാളെ ദേവസ്വം പ്രസിഡന്റാക്കാൻ കഴിയില്ല. അതിന് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അനുമതി വേണം. അത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയും മുഖ്യമന്ത്രിയുമാണെന്ന് പറയുമ്പോൾ എന്താണ് അവർ അതിലൂടെ ലക്ഷ്യം വെച്ചത് എന്നതും വളരെ വ്യക്തമാണ്. അതായത് അന്വേഷണം ഇവരിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ചുരുക്കം. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും മോഷ്ടിച്ച ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് ചുരുക്കം.